നമ്മൾ കത്തോലിക്കർ വിഗ്രഹാരാധകരേയല്ല. നമ്മുടെ ചർച്ചകളിൽ വിഗ്രഹാരാധന ഏതുമില്ല. നമ്മളിന്ന് വന്നിരിക്കുന്നത് എടത്തുവ സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിലെയാണ്. ആലപ്പുഴ ഭാഗത്തുള്ള സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ച് എടത്തുവ. ഈ ഒരു ചർച്ചിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒത്തിരി ആളുകൾ വന്ന് ഗീവർഗീസ് സഹദായിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വലിയൊരു പിൽഗ്രിം സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകൾ, വളരെ വിചിത്രമായ ഗീവർഗീസ് സഹദയോടുള്ള പല നേർച്ചകളും ഇവിടെ കാണുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റ് തന്നെ പറയുന്നത് യാത്ര ചെയ്ത് പോകുന്ന ബോട്ടുകാരെ സംരക്ഷിക്കുന്ന, മീൻപിടുത്തക്കാരെ സംരക്ഷിക്കുന്ന, അവർക്ക് കൂടുതൽ കച്ചവടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന, അതുപോലെ പാമ്പ് കടിയിൽ നിന്നും, സ്നേക്ക് ബൈറ്റിൽ നിന്നും രക്ഷ നൽകാൻ സഹായിക്കുന്ന, അതുപോലെ മറ്റ് ഡിസീസ്, മറ്റ് രോഗങ്ങൾ, എല്ലാ കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നത് അവർക്ക് ഗീവർഗീസ് സഹദയാണ് എന്നാണ് ഈ വെബ്സൈറ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാമ്പ് കടിയിൽ നിന്നും രക്ഷപ്പെടാൻ പുണ്യാളന് ഒരു പാമ്പിനെ തന്നെ കൊടുക്കും. ഇനി അഥവാ ആ നേർച്ച നേരാൻ ആരെങ്കിലും മറന്നുപോയാൽ വീണ്ടും പാമ്പിനെ അയച്ച് അത് ഓർപ്പിക്കുന്നൊരു പതിവും പുണ്യാളനുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. ചരട് കെട്ടുന്നതും, ആ ചരട് കെട്ടിയാൽ അനുഗ്രഹം പ്രാപിക്കും, ആ ഉദ്ദിഷ്ടകാര്യം സാധിക്കും, സാധിച്ചു കഴിയുമ്പോൾ ആ ചരട് പൊട്ടിപ്പോകും എന്ന ഐതിഹ്യങ്ങളും ഇവിടെയുണ്ട്. ഇതെല്ലാം എന്ത് ക്രിസ്തീയതയാണ്? വിശുദ്ധ വേദപുസ്തകവുമായോ ക്രിസ്തീയ വിശ്വാസവുമായോ അപ്പസ്തോലിക പാരമ്പര്യവുമായോ എന്ത് യോജിപ്പാണ് ഈ കാര്യങ്ങൾക്കുള്ളത് എന്നുള്ളത് ഞാൻ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. കല്ലുകൾ തലയിൽ ചുമന്ന് ഈ ദേവാലയത്തിന് ചുറ്റും നടക്കുമ്പോൾ പാപം ക്ഷമിക്കുകയാണോ? യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് പോരായ്മയാണോ ഈ കല്ല് ചുമന്ന് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കുരിശ് അവിടെ കാണുന്നുണ്ട്. ആ കുരിശിൻ്റെ താഴെ ചുമന്ന പട്ട് ചുറ്റിയിരിക്കുന്നു. ഒരു കൊടിമരം കാണാം. ആ കൊടിമരത്തിൻ്റെ താഴെയും ചുമന്ന പട്ട് ചുറ്റി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. സാധാരണ കർണാടകയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു മരം കണ്ടു കഴിഞ്ഞാൽ ആ മരത്തിന് ചുറ്റും പോലും ഇങ്ങനെ ചുമന്ന പട്ട് ചുറ്റി ഒരു ദൈവിക സാന്നിധ്യമുണ്ടെന്ന്, അല്ലെങ്കിൽ അത് ദൈവമാണെന്ന് ചിന്തിക്കുന്ന ചില ആരാധന രീതികൾ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു കൽവിളക്കാണ്. കൽവിളക്കിൽ കൊന്ത വരെയുണ്ട്. അത് കത്തിച്ചതായിരിക്കാം. ഇനി കൽവിളക്ക് കൊന്ത ചെല്ലട്ടെ, ജപമാല ചെല്ലട്ടെ എന്ന് വിചാരിച്ചിട്ടതാണോ എന്നെനിക്കറിയത്തില്ല. ഈ കൽവിളക്കിൽ നിന്നുള്ള എണ്ണ എല്ലാവരും തലയിലെടുത്ത് വയ്ക്കുന്നത് കാണാം. നമ്മൾ ഈ കുരിശും ഈ കൊടിമരവും ആ കൽവിളക്കും കാണുമ്പോൾ വളരെ കൃത്യമായ ഒരു ഹൈന്ദവ അമ്പലത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ, അതിനുശേഷം വലിയ ഒരു 1.5 ആൾ പൊക്കം വരുന്ന ഒരു വലിയ നിലവിളക്കും നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ നിലവിളക്കിൽ നിന്നുള്ള എണ്ണ ഒരുപാട് രോഗങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുന്നു എന്നാണ് അവരുടെ വെബ്സൈറ്റ് പറയുന്നത്. ആളുകൾ വന്നത് നെറ്റിയിലും തലയിലൊക്കെ തൂക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിലവിളക്ക് എന്തിൻ്റെ പ്രതീകമാണ്? അതിൻ്റെ മുകളിൽ കുരിശു കൊണ്ടുവച്ചാൽ അത് അനുഗ്രഹമാകുമോ എന്നൊക്കെ ക്രിസ്ത്യാനി എത്ര ചിന്തിക്കുന്നു. ഇനി 250 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധൻ്റേതെന്ന് പറയപ്പെടുന്ന ഒരു വിഗ്രഹം കൊണ്ടുവന്ന് വെച്ചത് ആ ചിത്രത്തിന് മുൻപിലുള്ള ഒരു നേർച്ചപ്പെട്ടിയും ആ നേർച്ചപ്പെട്ടിയുടെ മുകളിലുള്ള ചില നേർച്ച വസ്തുക്കളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളി കൊണ്ടുണ്ടാക്കിയ പാമ്പ്, സ്വർണ്ണ കളറിലുള്ള ചില സർപ്പങ്ങളുടെ രൂപങ്ങൾ, മറ്റ് ചില മണികളോ അങ്ങനെ ചില സാധനങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഇവിടുത്തെ നേർച്ചകളാണ്. അമ്പും വില്ലുമുണ്ട്. അമ്പ് മാത്രമായി നമുക്ക് കാണാൻ സാധിക്കും. വീട് രൂപമായിട്ട് വച്ചിരിക്കുന്നു. ആൾ രൂപങ്ങൾ, കൈരൂപങ്ങൾ, കാൽ രൂപങ്ങൾ. കൈ വയ്യാത്തവന് സൗഖ്യം പ്രാപിക്കാൻ കൈരൂപം സമർപ്പിക്കുന്നു. പാമ്പുകടിയിൽ നിന്നും സംരക്ഷണമേൽക്കാൻ പാമ്പിനെ തന്നെ സമർപ്പിക്കുന്നു. സർപ്പത്തിൻ്റെ തന്നെ രൂപങ്ങളെ സമർപ്പിക്കുന്നു. ഇത് ദേവാലയത്തിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നു. ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. ഒരു ബൈബിളും അതിൻ്റെ കൂടെയുണ്ട്. ബാക്കിൽ ക്രൂശിത രൂപവും അതിൻ്റെ പുറകിൽ വിശുദ്ധൻ്റേതെന്ന് പറയപ്പെടുന്ന ഒരു വിഗ്രഹവും. ഇതെല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ കത്തോലിക്കർ ക്രിസ്തീയ ചർച്ചുകളിൽ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, വിഗ്രഹങ്ങളെ പൂജിക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ സ്ത്രീകൾ വന്ന് അവിടെയുള്ള ആ സർപ്പത്തെ തൊട്ടുമുത്തുമ്പോൾ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? എന്ത് ഐക്കണോഗ്രാഫിയാണ് ഈ സർപ്പത്തിലൂടെ ക്രിസ്ത്യാനിറ്റി പ്രഘോഷിക്കുന്നത് എന്ന് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്ന് ഈ പാമ്പുകളെ മുത്തുമ്പോൾ അവർക്ക് എന്ത് അനുഗ്രഹമാണ് കിട്ടുന്നത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. അവിടെ കൗണ്ടറിലുണ്ടായിരുന്ന ഒരു ചേച്ചിയോട് ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ചരിത്രങ്ങളെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി. ചേച്ചി, ഇവിടുത്തെ ചരിത്രം അടങ്ങുന്ന വല്ല പുസ്തകം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല.
അങ്ങനെയുള്ളത് കിട്ടാൻ എന്താ സംഭവം എന്നൊന്നും അറിയാനായിട്ടൊന്ന് എങ്ങനെ അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറോട് ഇവിടെ എഴുതി വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ആ, എന്താണ് ഇവിടെ പ്രത്യേകത എന്നുള്ളത്? ആ, എടപ്പള്ളി മറ്റേ എറണാകുളത്തുള്ള. ആ, ഈ രൂപമാണോ അത് ആയിരിക്കുന്നത്? അതെവിടെ ഇരിക്കുന്നത്? പുറത്താണോ? പള്ളിയുടെ പുറത്താണോ? ആ, ഞാൻ അകത്ത് കയറുള്ളൂ. അകത്ത് കയറി നോക്കി. ആ, അപ്പോൾ ഈ രൂപം എടപ്പള്ളിയിൽ ഇരുന്നതായിരുന്നു. ആ, ഇവിടെ നിന്ന് വണ്ടിയൊന്നുമില്ല, വെള്ളം. അവിടുത്തെ പള്ളിയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സഭയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ അത്ഭുത തിരുസ്വരൂപം. ഇത് എടപ്പള്ളി പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന് ഇത്രയും വർഷമായി കൂടിൽ അടച്ചു വെച്ച് ഓരോ വർഷവും തിരുനാൾ ദിവസം മാത്രം അത് പുറത്തെടുക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ വരുന്നു, ജനലക്ഷങ്ങൾ ആർത്തു വിളിച്ച് ഈ രൂപം പുറത്തെടുക്കുന്നു. ഈ പേര് ഈ സ്ഥലത്തിന് വരാനുള്ള കാരണം പുണ്യാളച്ചൻ പറഞ്ഞു, അടുത്തുവ, എൻ്റെ അടുത്തുവ, എടത്തുവ, എൻ്റെ എടത്തുവ. എടത്തുവ എന്ന പേരിന് ഈ സ്ഥലം അറിയപ്പെടുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ക്രിസ്തുവിൻ്റെ അടുത്തോട്ടാണോ നമ്മൾ പോകേണ്ടത്? യേശു ക്രിസ്തുവാണോ എനിക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായത്? പുണ്യാളച്ചൻ്റെ എന്ന് പറയപ്പെടുന്ന ഈ വിഗ്രഹത്തിൻ്റെ അടുത്തോട്ടാണോ നമ്മളെല്ലാവരും പോകേണ്ടത്? ഈ ഇടവകയിലെ ഓരോ വീടുകളിലും ഈ പുണ്യാളച്ചൻ്റേതെന്ന് പറയപ്പെടുന്ന ചിത്രം, ആ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ തന്നെ എടുത്ത് എൻലാർജ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഓരോ വീടുകളിലും വെച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന ആ വിഗ്രഹത്തിന് ശക്തിയുണ്ടെന്നും ആ ശക്തിയാണ് എടത്തുവായെ നയിക്കുന്നത് എന്ന് പറയുകയും ഓരോ ഇടവക അംഗങ്ങളുടെ വീടുകളിലും അതേ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ തന്നെ എടുത്ത് എൻലാർജ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൽ നിന്നാണ് ഞങ്ങളെ നയിക്കുന്നത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നതല്ലേ യഥാർത്ഥ വിഗ്രഹാരാധന? ഈ ചർച്ചിൻ്റെ അൾത്താരയിലിരിക്കുന്ന ഒരു വലിയ രൂപമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. മാതാവിനെ കിരീടമണിയിപ്പിക്കുന്ന യേശുക്രിസ്തുവിൻ്റേതെന്ന് പറയപ്പെടുന്ന കുരിശുള്ള ഒരു വ്യക്തിയെ കാണാൻ സാധിക്കും. എന്നാൽ തൊട്ടുപുറത്ത് മറ്റൊരാളെയും കാണാൻ സാധിക്കും. തലയിൽ കിരീടമെല്ലാം ഉണ്ട്. കുറച്ച് പ്രായം ചെന്നൊരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇതാരാണെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്, നമ്മുടെ തിരുവനന്തപുരത്തുള്ള അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് വരച്ചു. അപ്പോൾ ഇദ്ദേഹത്തെ ആരാണ് കണ്ടത്? ഈ നരച്ച അല്ലെങ്കിൽ ഈ ഒരു പടുവൃദ്ധൻ്റേതെന്ന് പോലെയുള്ള ഈ ഒരു ചിത്രം ഒരു പക്ഷേ ഞാൻ വെബ്സൈറ്റിൽ പോയി പരിശോധിച്ചപ്പോൾ മുകളിലൊരു പ്രാവും കുരിശിരിക്കുന്നത് ക്രിസ്തുവായിട്ടും ഇപ്പുറത്തിരിക്കുന്ന ആ വയസ്സായ അപ്പച്ചൻ അത് പിതാവായ ദൈവവുമായിട്ടായിരിക്കാം ഇവർ ചിന്തിക്കുന്നതെങ്കിൽ ട്രിനിറ്റിയാണ് ഇത് ചെയ്യുന്നത് എന്നിവരുടെ വെബ്സൈറ്റ് പറയുമ്പോൾ ആ ജരാനരകൾ ബാധിച്ച ഈ അപ്പച്ചനാണ് പിതാവായ ദൈവമെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ആരാണ് ആ പിതാവിനെ കണ്ടത്? ആരാണ് ഈ പിതാവിനെ കണ്ടു വരച്ചിരിക്കുന്നത്? ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ വരയ്ക്കും. 100 വർഷമായ പെന്തക്കോസ്ത സഭകൾ വരയ്ക്കണ്ട, കാരണം അവർ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ വരച്ചു എന്ന് പറയുമ്പോൾ ഈ പിതാവായ ദൈവത്തെ ആരാണ് കണ്ടിരിക്കുന്നത് എന്ന് തിരുവനന്തപുരംകാരൻ അച്ഛൻ പറഞ്ഞു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞു, പിതാവിനെ ആരും കണ്ടിട്ടില്ല, പുത്രനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ കണ്ടതുകൊണ്ടാണ് വരച്ചതെങ്കിൽ അദ്ദേഹത്തെ എപ്പോൾ കണ്ടു, എങ്ങനെ കണ്ടു, എവിടെ കണ്ടു എന്നുള്ളത് കൂടി വെളിപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തെ പരസ്യമായി ദേവാലയത്തിൻ്റെ അകത്ത് വ്യഭിചരിക്കുമ്പോൾ, ജനങ്ങളെ വഴിതെറ്റിക്കുമ്പോൾ, അനേക മക്കളെ, ഞാൻ ഒരുപാട് സ്ത്രീകൾ അതിൻ്റെ അകത്ത് വന്ന് ഈ പാമ്പിനെ തൊട്ടുമുത്തുന്നത് കണ്ടു. ഇവരെ ഈ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് നടത്തുന്നത് ആരാണ്? ഈ കൊടിമരത്തിനും കുരിശിനും
ചുറ്റും ഈ പട്ടുവസ്ത്രങ്ങളൊക്കെ ചുറ്റി വച്ചിരിക്കുന്നത് ആരാണ്? ആരാണ് ഈ ദേവാലയത്തിൻ്റെ മേധാവികൾ? ആരാണ് ഇവിടുത്തെ നേതാക്കന്മാർ? ആരാണ് ഇത്തരം കാര്യങ്ങൾ തുടരുന്നത്? ജനങ്ങളാണോ അതെയോ അധികാരികളാണോ? ഇതിൽ കണ്ണടച്ച് സമ്മതം കൊടുത്ത് നേർച്ചപ്പെട്ടികൾ വീർപ്പിക്കുന്നത് ജനങ്ങളാണോ അതെയോ ഇവിടുത്തെ അധികാരികളാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. ഞാൻ ആ ചേച്ചിയോട് ചരിത്രങ്ങൾ ചോദിച്ചപ്പോൾ എന്തൊക്കെയോ വിശുദ്ധമായ, എന്തൊക്കെയോ ശക്തിയുള്ള ഒരു രൂപം എടപ്പള്ളിയിൽ നിന്നും കൊണ്ടുവന്ന ചരിത്രം ആ ചേച്ചി പറഞ്ഞു. 200 വർഷങ്ങൾക്ക് മുൻപ് എങ്കിൽ ഈ ശക്തിയുള്ള ഈ വിഗ്രഹമാണ് ഇന്ന് എടത്വ ചർച്ചിനെ നയിക്കുന്നത് എന്ന് ഇവർ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനം എവിടെയാണ്? ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സ്ഥാനം എവിടെയാണ്? അവൻ്റെ ക്രൂശീകരണത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? വിഗ്രഹാരാധന ഇല്ല എന്ന് നാഴികയ്ക്ക് 40 പ്രാവശ്യവും പറയുമ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ഐക്കണാണ് വയ്ക്കുന്നത്, ഐക്കണോഗ്രാഫി മാത്രമാണ് എന്ന് പറയുമ്പോൾ നേർക്കാഴ്ചകൾ നമുക്ക് നൽകുന്ന സാക്ഷ്യം നേരെ തിരിച്ചാണ്. അങ്ങനെയല്ല, വിഗ്രഹാരാധന പരസ്യമായി ദേവാലയങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇത്തരം വീഡിയോകൾ നമുക്ക് നൽകുന്ന പ്രധാന തെളിവുകൾ. പുണ്യാളന് സ്വർണത്തിൻ്റെ സർപ്പത്തെ കൊടുക്കാം, കൈരൂപം കൊടുക്കാം, കാൽ രൂപം കൊടുക്കാം, ആൾ രൂപം കൊടുക്കാം, ഇങ്ങനെ സകല നേർച്ചകളും കൊടയും വടിയും എല്ലാം കൊടുക്കാം. പക്ഷേ മാനസാന്തരം വേണ്ട, വിശുദ്ധി വേണ്ട, ക്രിസ്തീയ വിശ്വാസം നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വാളിറ്റിയും വേണ്ട. അനുഗ്രഹം പ്രാപിക്കാം, ബിസിനസ് വളർത്താം, രോഗം മാറ്റാം, പാമ്പുകടിയിൽ നിന്ന് രക്ഷപ്പെടാം, ഇങ്ങനെ സകല കാര്യങ്ങളും നടക്കുമെങ്കിൽ പിന്നെ എന്ത് ക്രിസ്തീയത? എന്താണ് ക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ക്രൂശിതനായതിൻ്റെ പ്രത്യേകത എന്താണ്? പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കത്തോലിക്കർ വിഗ്രഹാരാധകരെയല്ല. നമ്മുടെ ചർച്ചകളിൽ വിഗ്രഹാരാധന ഏതുമില്ല. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ ജനത്തെ, ഈ വിശ്വാസ സമൂഹത്തെ വിഗ്രഹ ആരാധനയിൽ നിന്നും പിന്തിരിപ്പിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ജനമാക്കി മാറ്റണം. യേശു സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, പിതാവ് ആഗ്രഹിക്കുന്നത് അത്തരം ആളുകളെയാണ്. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവജനത്തെ സൃഷ്ടിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള എൻ്റെ ശ്രമമാണ്. ഒരാളെങ്കിലും ഈ വീഡിയോ കണ്ട് ഇത്തരം തിന്മകളിൽ നിന്നും, ഇത്തരം വിഗ്രഹാരാധനപരമായ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശബ്ദം ഇതിനുവേണ്ടി ഉയരട്ടെ. അനേക ആളുകൾ ഇതിൻ്റെ ഭാഗമാകട്ടെ. ഇത്തരം തിന്മകളെ നമ്മൾ പ്രതികരിക്കുമ്പോൾ, നമ്മൾ എതിർക്കുമ്പോൾ 100% ഉറപ്പാണ് ഇത് നമ്മുടെ സഭയിൽ നിന്നും, നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇതില്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.